ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു കോട്ടൺ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാം നമുക്ക്. കോട്ടൺ ഫ്രോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് കാലാവസ്ഥയിലും മക്കൾക്ക് ധൈര്യമായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ്. ഇന്നത് വളരെ സിമ്പിളാണ്. ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഭയങ്കര സിമ്പിളാണ്. അതുകൊണ്ട് ബിഗിനേഴ്സിന് പോലും ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇത് 12 ഇഞ്ച് നീളത്തിലും 12 ഇഞ്ച് വീതിയിലുള്ള 2 പീസാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഇതിനെ ഒന്ന് നീളത്തിലൊന്ന് നടുവെ മടക്കിയിടാം. ഓക്കെ. നീളത്തിൽ മടക്കിയിട്ടതിന് ശേഷം ഇത് മടക്കുമ്പോൾ നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണേ. ഉള്ളിലേക്ക് എങ്ങാനും കയറി ഇരിപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം മടക്കിയിട്ട് കൊടുക്കണേ. ആദ്യം നമ്മൾ നീളത്തിൽ ഒന്ന് മടക്കിയിട്ടു. അതിന് ശേഷം അതുപോലെ നടുവേ ഒന്നും കൂടി നടുക്കൂടെ ഒന്നുകൂടെ മടക്കി കൊടുത്തു. മനസ്സിലായില്ലേ? നീളത്തിൽ മടക്കി അതിന് ശേഷം അതങ്ങനെ നടുവേ ഉള്ളിലേക്ക് ഒന്നും കൂടി മടക്കി കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ നെക്കൊക്കെ അടയാളപ്പെടുത്താം. 2 ഇഞ്ച് വീതിയാണ് ഞാൻ നെക്ക് എടുത്തിരിക്കുന്നത്. നെക്കിൻ്റെ ലെങ്ത്തും 2 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2.5 ലെങ്ത്ത് 2.5 ആക്കാവേ. ഇനി ഇത് നമുക്കൊരു ബോക്സ് പോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയ നെക്കാണ് എടുത്തത്. മോൾക്ക് ഷോൾഡർ കുറവായതുകൊണ്ട് നെക്ക് വീതി കൂടുമ്പോൾ ഇറങ്ങിപ്പോകുന്നുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. മുകളിലെ എൻഡിൽ നിന്ന് തന്നെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ നെക്ക് വരയ്ക്കുമ്പോൾ നടുക്കുന്നല്ലേ ഷേപ്പ് ചെയ്ത് എടുക്കുന്നത്. ഇത് മുകളിൽ നിന്ന് തന്നെ ഞാൻ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മൾ അംബ്രല്ലയൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഷേപ്പ് ചെയ്യില്ലേ, അതുപോലെ. അതിന് ശേഷം നമുക്കൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 3 എന്നുള്ളത് നിങ്ങൾക്ക് 3.5 എടുക്കാവേ. കുട്ടികൾ കുറച്ച് വണ്ണമുള്ള മക്കളൊക്കെ ആണെങ്കിൽ ഒരു 3.5 ഇഞ്ച് എടുത്ത് കൊടുക്കാം കേട്ടോ, ഈ ഒരു പോർഷൻ്റെ വീതി. ഇനി നമുക്കിതിനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്കിതങ്ങ് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. നെക്കും കട്ട് ചെയ്ത് മാറ്റി വെക്കണം. ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ. ചൂട് കാലാവസ്ഥയ്ക്ക് കുട്ടികൾക്ക് എന്തായാലും തയ്ച്ചു കൊടുത്ത് നോക്കൂ കേട്ടോ. നല്ല സുഖമുണ്ട് ഇട്ട് നടക്കാനും തയ്ക്കാനും എളുപ്പമാണ്. നമുക്കിതിപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ 2 പീസ് തുണി കിട്ടുമേ. ഇനി ഇതിനകത്ത് നമ്മൾ ഇതിൻ്റെ ബാക്ക് വശം ഉണ്ടല്ലോ, ബാക്ക് വശം നമുക്ക് ഹുക്ക് വെക്കാനുള്ളത്, അതിന് വേണ്ടിയിട്ട് ബാക്ക് വശം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് കട്ട് ചെയ്യാം. ഇതിപ്പോൾ 2 മീറ്റർ ഫാബ്രിക്കാണ് കേട്ടോ ഞാൻ മൊത്തം എടുത്തിരിക്കുന്നത്. ഈ 2 മീറ്റർ ഫാബ്രിക്കിനെ നമുക്കൊന്ന് നീളത്തിൽ 4ആയിട്ടൊന്ന് മടക്കി കൊടുക്കാം. കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിലാണ്. വീഡിയോ എടുക്കുമ്പോഴും നിങ്ങൾക്കത് കാണിച്ചു തരാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാനത് 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇത് മൊത്തം 2 മീറ്ററിന് 4ആയിട്ട് മടക്കിയിട്ടതാണ്. ഇതിൽ നമുക്കൊരു 2.5 ഇഞ്ച് ഇറക്കം 2.5 ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫ്രിൽസിന് ഉള്ളതാണ്. നമ്മൾ ഏറ്റവും മുകളിൽ ഇട്ട് കൊടുക്കുന്ന ഫ്രില്ലുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് 2.5 ഇഞ്ച് നീളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ 2.5 ഇഞ്ച് മൊത്തത്തിൽ നമുക്കിതിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. 2 മീറ്റർ ഫാബ്രിക്കാണ്. അതിൻ്റെ ഫുൾ ലെങ്ത്തും ഞാൻ എടുത്തിട്ടുണ്ട് ഫ്രില്ലിടാൻ വേണ്ടിയിട്ട്. ഇനി ഇത് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫ്രില്ലിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നമുക്ക് മാറ്റി വെക്കാം. യോക്കിൻ്റെ ഭാഗമാണിത്. ഇനി അടുത്ത ബാലൻസ് ഉള്ള മെറ്റീരിയൽ നമുക്ക് എടുത്തിട്ട് അതിനെ നമ്മൾ 2ആയിട്ട് മടക്കിയിടണം. നീളത്തിൽ മടക്കിയിടണേ. നീളത്തിൽ മടക്കിയിട്ടിട്ട് അതിൻ്റെ ലെങ്ത്ത് എത്രയുണ്ടെന്ന് അളന്ന് നോക്കാം. നമുക്ക് 20 ഇഞ്ചാണ് വേണ്ടത്. ഇത് കറക്റ്റ് 20 ഇഞ്ച് ഉണ്ടായിരുന്നു. അത് ഞാൻ ഫുൾ ലെങ്ത്ത് അങ്ങ് എടുത്തിട്ടുണ്ട്, 20 ഇഞ്ച്. അതിന് 20 ഇഞ്ചിൻ്റെ 2 പീസാണ്. ഒന്ന് ഫ്രണ്ടിലേക്കും ഒന്ന് ബാക്കിലേക്കും ആയിട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള 2 ഫ്രിൽസ് ഇട്ട് വെക്കാനുള്ള 2 പീസാണ്. ഈ 2 പീസിനെയും കൂടി ഒരുമിച്ച് ഒന്ന് നടുവെ മടക്കി എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരുമിച്ച് ഞാൻ നടുവെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്യണം കേട്ടോ. അതൊന്ന് ലെവൽ ചെയ്തെടുക്കണം. ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് മടക്കി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ 4 പിന്നെ ഓപ്പണിംഗ് സൈഡ് ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ 4 പീസ് ഉണ്ടാവും.
നമുക്കിതിൻ്റെ ആം ഹോൾ മാർക്ക് ചെയ്യാം. ഇതിൽ ആം ഹോൾ 2 രീതിയിലാണ് വരുന്നത്. ഒന്ന് യോക്കിലും ഒന്ന് താഴെ ബോട്ടത്തിലും. ഇതിൽ 3 ഇഞ്ച് വീതിയും 2.5 ഇഞ്ച് നീളവും എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബോക്സ് ആക്കിയിട്ട് ഒരു കേർവ് ഷേപ്പിൽ വരച്ചു കൊടുക്കാം. ആം ഹോൾ കേർവായിട്ട് ഇതിങ്ങനെ നല്ല ഷേപ്പ് ചെയ്ത് കേർവ് ഷേപ്പ് ചെയ്ത് വരച്ചതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിൻ്റെ ഏറ്റവും അടിവശം ഉണ്ടല്ലോ, താഴെ വശത്തേക്ക് ഉള്ളിലേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്തതിന്ന് ആ മുകളിൽ ആം ഹോൾ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചില്ലേ ഏറ്റവും അവസാനം വരെ, അതിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നു, ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തത്. ഇനി നമ്മൾ ഏറ്റവും അടിഭാഗം ഉണ്ടല്ലോ, അവിടുന്ന് മുകളിലേക്ക് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അടിഭാഗം ഒന്ന് ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്തത്. ഇതിങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് അടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉടുപ്പ് ഇങ്ങനെ തൂങ്ങി നിൽക്കില്ല, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അടിഭാഗം ഇങ്ങനെ മറ്റേ സൈഡ് വശം ഇങ്ങനെ തൂങ്ങി വരില്ലേ, അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിത് എടുത്ത് മാറ്റി വെക്കാം. നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ഫ്രിൽസ് ഒന്ന് ഇട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഫ്രില്ലിന് വേണ്ടി നമ്മൾ എടുത്ത് വെച്ച ക്ലോത്ത് ഉണ്ടല്ലോ, അതിന് ഏറ്റവും മുകളിൽ കൂടെ ഒരു ലൂസ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് മുന്നത്തെ ഫ്രോക്കിൻ്റെ വീഡിയോയിൽ കാണിച്ചതുപോലെ കൈ ഉപയോഗിച്ച് ഇങ്ങനെ വലിച്ച് കൊടുത്തിട്ട് ഫ്രില്ലിട്ടെടുക്കണം. അതിൻ്റെ അടിവശം ഞാൻ ഹെമ്മിങ് ഫൂട്ട് വെച്ചിട്ട് ലോക്ക് ചെയ്ത് ഇങ്ങനെ ഉരുട്ടി എടുക്കുകയാണ് ചെയ്തത്, തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല സാധാ മെഷീനാണ് നമ്മുടെ കയ്യിലെങ്കിൽ മറ്റേ വീതി കുറച്ചിട്ട് അടിയിലേക്ക് വീതി കുറച്ചിട്ട് മുകളിലേക്ക് മടക്കി തയ്ച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഇതുള്ളതുകൊണ്ട് അങ്ങനെ തയ്ച്ച് പോകുന്നതെന്നുള്ളേ. ഇതങ്ങനെ തയ്ച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്രില്ലിൻ്റെ എളുപ്പത്തിൽ പണി കഴിയും. നമ്മളിങ്ങനെ ലൂസ് സ്റ്റിച്ച് എടുത്തിട്ട് വലിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഫ്രിൽസ് എടുക്കാൻ പറ്റും. ഇതേപോലെ സ്ലീവിനും നെക്കിലൊക്കെ വെക്കുന്ന ഫ്രില്ലുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കുഞ്ഞു നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രില്ല് കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോഴേ. അത്രയേ ഉള്ളൂ, ഫ്രില്ലിൻ്റെ പണി കഴിയും. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസ് ഉണ്ടല്ലോ, ആദ്യം അതിൽ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്ന ഫ്രില്ലിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കണം. നല്ല വശം വെച്ചിട്ട് ഇത് ഫ്രില്ലിൻ്റെ മുകളിലേക്കാക്കിയിട്ട് ഇത് മുകൾ വശത്തേക്കാക്കി വെച്ച് കൊടുത്തിട്ട് റൗണ്ടിൽ നമ്മളെല്ലാം ഒന്ന് വെച്ച് കൊടുക്കണം. സെറ്റാക്കി നോക്കണേ ഫ്രില്ല് തികയുന്നുണ്ടോയെന്നൊക്കെ. അപ്പോൾ നമുക്കത് കൈകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഫ്രില്ലിൻ്റെ അളവൊക്കെ ശരിയാക്കാൻ പറ്റും. ഈ ഫ്രില്ല് നമ്മൾ ഇങ്ങനെ റൗണ്ടിൽ വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കണം അതിൽ കൂടെ തന്നെ. ഇത് നമ്മൾ വീണ്ടും ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ച് അടിക്കാൻ നിന്നാൽ ചിലപ്പോൾ ഫ്രിൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിപ്പോകും. അതുകൊണ്ടാണ് ആദ്യം ഫ്രില്ല് ഒരു പീസിൽ ഫ്രില്ല് വെച്ചിട്ട് ഫ്രില്ലിൻ്റെ മുകളിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ഫ്രില്ലിങ്ങനെ ഇടയിലൊന്നും കയറി പോകാണ്ട് കൈ വെച്ച് കൊടുത്ത് ലെവൽ ചെയ്ത് വെച്ച് കൊടുത്ത് അങ്ങനെ അടിച്ചു വരണേ. കുറച്ചൊന്ന് ക്ഷമയോടെ അടിച്ചെടുക്കണം. ഈ ഫ്രീ ഭാഗമൊക്കെ കുറച്ച് ക്ഷമയോടെ അടിച്ചെടുക്കണം. കൈ വെച്ചൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങോട്ട് അടിച്ചെടുക്കാം. പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഉടുപ്പാണ് അല്ലേ, എല്ലാവർക്കും ഇഷ്ടമുള്ള കളറാണല്ലേ ഇത്. പണ്ടൊന്നും എനിക്ക് മഞ്ഞ കളർ തീരെ ഇഷ്ടമില്ലായിരുന്നു. ഇപ്പോൾ കണ്ട് ഇപ്പോൾ കുറച്ചൊക്കെ ഇഷ്ടം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മറ്റേ പീസും കൂടി വെച്ച് കൊടുത്തിട്ട് ആദ്യം നമുക്കിത് നെക്കുണ്ടല്ലോ, നെക്കിൻ്റെ ഭാഗം അടിച്ചെടുക്കാം. ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നെക്ക് ഫുൾ കംപ്ലീറ്റ്, അത് ഒട്ടും വലിഞ്ഞൊന്നും പോകാൻ പാടില്ല. എങ്ങനെയാണോ ആ പീസ് ഉള്ളത്, നമ്മൾ ഒരേപോലെ കട്ട് ചെയ്ത പീസല്ലേ, അത് ഒരേപോലെ വരുന്ന പോലെ തന്നെ വെച്ചിട്ട് നമ്മൾ അടിച്ചെടുക്കണം. അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയൊന്നും പോവരുത്. വലിക്കാനോ വലിച്ചു പിടിക്കാനോ ഒന്നും പാടില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ചുളിവ് വരുവേ. അതിന് ശേഷം നെക്കടിച്ചതിന് ശേഷം നമുക്ക് ഈ ഫ്രില്ലുണ്ടല്ലോ, ഫ്രില്ല് ഉള്ളിലേക്കാക്കി വെച്ചിട്ട് നമ്മൾ ആ ഫ്രില്ല് അടിച്ച
ആ ഒരു സ്റ്റിച്ച് ലൈൻ ഉണ്ടല്ലോ, ആ ഫ്രില്ലിന് നമ്മൾ അടിച്ചു കൊടുത്ത അതേ ലൈനിൽ കൂടെ തന്നെ ഇതിൻ്റെ മുകളിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ആകെ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടെന്ന് പറയാൻ ഈ ഒരു ഭാഗം അടിച്ചെടുക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ച് മെല്ലെ ചെയ്താൽ മതി, തിരക്കൊന്നും കൂട്ടണ്ട. പതുക്കെ അടിച്ചെടുത്താൽ മതി, അന്നേരം അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിക്കോളും കേട്ടോ. നമ്മൾ വലിച്ചൊന്നും പിടിക്കണ്ട, വലിച്ചു പിടിക്കാണ്ട് മെല്ലെ അതേപോലെ വെച്ച് കൊടുത്തിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ. ഇവിടെ മാത്രം ഒന്ന് ക്ഷമയോടെ അടിച്ചെടുത്താൽ മതി, ബാക്കിയെല്ലാം എളുപ്പമാണ്. ഇനി ഇത് ആ ഫ്രില്ലുണ്ടല്ലോ ഉള്ളിലേക്ക് ആക്കി വെച്ചിട്ട് ആ അടിവശത്ത് കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഈ സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ഫ്രില്ലൊക്കെ ചിലപ്പം കയറി ഇറങ്ങിയൊക്കെ പോകാം, ഒന്നിൻ്റെ മേലെ ഒന്ന് കയറിയിരിക്കാം. അപ്പോൾ അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പൊന്തിച്ച് നോക്കിയിട്ട് കൈ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ട് അടിച്ചെടുക്കണേ. കാരണം നമ്മളിത് കാണുന്നില്ലല്ലോ ഇതെങ്ങനെ അടിച്ചു പോകുന്നത് എന്ന്. അതുകൊണ്ട് അത് ആദ്യം ഒന്ന് വെച്ച് കൊടുത്തിട്ട് പിന്നെ പീസ് വെച്ച് കൊടുത്ത് അങ്ങനെ അടിച്ചെടുക്കാവേ. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്കതിൻ്റെ നെക്കുണ്ടല്ലോ, നെക്കിൻ്റെ ഭാഗത്ത് ഇതേപോലെ ഒന്ന് കട്ടിട്ട് കൊടുക്കണം. നമ്മൾ തിരിച്ചിടുമ്പോൾ ലെവലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, നല്ല ഫിനിഷിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ട് ആ നെക്കിൻ്റെ ഭാഗം തയ്യലിൽ കൊള്ളാതെ ഇട്ട് കൊടുക്കണേ, വെട്ടിട്ട് കൊടുക്കണം. അതിന് ശേഷം നമുക്കിതിനെ മറിച്ചിടാം. കൈ ഉപയോഗിച്ചിട്ട് തന്നെ ഇതിനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കാം, പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ നമ്മൾ നെക്ക് അതെല്ലാം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കണേ, ആകെ ചുളുങ്ങിപ്പോയിട്ടുണ്ടാവും. ഇനി നമുക്കിതിൻ്റെ ബാക്ക് വശം ഫിനിഷ് ചെയ്യാം. നമുക്കത് ഒരു ചെറിയ പീസ് ക്ലോത്ത് കട്ട് ചെയ്തിട്ട് നമ്മൾ സാധാരണ ഹുക്ക് വെക്കുമ്പോൾ ചെയ്യാറുണ്ടല്ലോ, ഒരു നല്ല വശത്ത് വെച്ച് അടിച്ചിട്ട് ഉള്ളിലേക്ക് അടിച്ച് മറിച്ച് ഫിനിഷ് ചെയ്തെടുക്കണം ഇത്. ഇനി നമ്മൾ പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട് ബോട്ടം പാർട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിലെ യോക്കും കൂടെ ഇതേപോലെ നമുക്കൊരു പീസ് ക്ലോത്ത് വെച്ച് അടിച്ച് അകത്തേക്ക് മറിച്ച് വെക്കാം. നല്ല ഈ 4 ആം ഹോളിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ആം ഹോളിൻ്റെ ഭാഗം അതേപോലെ ഫിനിഷ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതേപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ തയ്ച്ചെടുത്താൽ മതി. 4 സൈഡും ഉണ്ട്. ആ 4 സൈഡും അതേപോലെ ചെയ്തിട്ട് ഇനി നമുക്കിതിനകത്ത് കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ് ഇട്ട് സെറ്റ് ചെയ്ത് വെക്കാം. എല്ലാം ഒരേപോലെ നല്ല ചെറിയ ചെറിയ പ്ലേറ്റ് ഇട്ട് കൊടുക്കണേ, അപ്പോഴാണ് കാണാൻ ഭംഗി ഉണ്ടാകുന്നത്. ഇതിപ്പോൾ 2 പീസ് ഞാൻ പ്ലേറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഒന്ന് ഫ്രണ്ടിലേക്കും ഒന്ന് ബാക്കിലേക്കുമുള്ള പീസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടിഭാഗം മടക്കി അടിക്കാം. 2 അടിഭാഗം മടക്കി അടിച്ചു കൊടുക്കണം. ഇനി നമുക്കിതിൻ്റെ ആം ഹോൾ ഒന്ന് മാർക്ക് ചെയ്യാം. 3 ഇഞ്ചാണ് ഞാനിതിൽ യോക്ക് പാർട്ടിൽ 3 ഇഞ്ചും താഴത്തേക്ക് 2.5 ഇഞ്ച്, അങ്ങനെ 5.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് 1 ഇഞ്ച് സീം അലവൻസും കൂടെ കൂട്ടിയിട്ട് മൊത്തം 4.5 ഇഞ്ചാണ് നമുക്ക് ആം ഹോൾ വേണ്ടത്. അതിൽ 3ഉം 1.5 പ്ലസ് 1 ഇഞ്ച് സീം അലവൻസ്, അങ്ങനെ 5.5 ഇഞ്ച് മൊത്തം വരും. രണ്ട് വശത്തും അകത്തും പുറത്തും നമുക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ബാക്ക് പാർട്ടിലുണ്ടല്ലോ, നമ്മൾ ആകെ ഈ ഒരു ഗ്യാപ്പിലേ വരുന്നുള്ളൂ, 2 ഇഞ്ച് ഗ്യാപ്പിലേ വരുന്നുള്ളൂ. പക്ഷേ നമ്മൾ തല കടക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബാക്ക് പാർട്ടിലുള്ള ഫ്രില്ലിൻ്റെ അവിടെയും കൂടി നമുക്കൊരു ചെറിയ കട്ടിട്ട് കൊടുക്കാനുണ്ട്. കുട്ടികളുടെ തല കടന്ന് പോകണ്ടേ, നമ്മൾ സിബൊന്നും വെക്കുന്നില്ലല്ലോ, ഒരു കൊളുത്ത് മാത്രമല്ലേ വെക്കുന്നുള്ളൂ. അപ്പം നമുക്ക് ആ ഒരു യോക്ക് പാർട്ടിൽ മാത്രം ഒരു ഇത് കൊണ്ട് നമുക്ക് തല കടക്കാനുള്ള ഗ്യാപ്പ് കിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഫ്രിൽസിൻ്റെ അവിടെയും കൂടി ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ആ 2.5 ഇഞ്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ചതുരത്തിലുള്ള ഒരു പീസ് ക്ലോത്ത് എടുത്തിട്ട് ഈ കട്ട് ചെയ്ത് കൊടുത്തതിനെ ഉണ്ടല്ലോ, നമുക്ക് ഒന്ന് പുറമേ വെച്ചിട്ട് അടിച്ചിട്ട് അകത്തേക്ക് മറിച്ച്
ഫിനിഷ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാരണ മറ്റേ ഇത് കൊളുത്ത് വെക്കുന്നതിൻ്റെ ഭാഗം ചെയ്യാറില്ലേ, അതുപോലെ തന്നെ ഒന്ന് ഷേപ്പിൽ അടിച്ചിട്ട് അകത്തേക്ക് അടിച്ച് മറിച്ച് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടില്ലേ, ആം ഹോൾ മാർക്ക് ചെയ്ത് വെച്ചില്ലേ 3 ഇഞ്ച്, അതിലേക്ക് ഇതിപ്പോൾ ഞാൻ നമ്മുടെ നേരെ ഇരിക്കുന്ന ഭാഗം നമ്മൾ യോക്ക് തയ്ച്ചതിൻ്റെ മോശം വശമാണേ. ആ മോശം വശത്ത് വെച്ചിട്ട് നമ്മുടെ നല്ല വശം നമ്മൾ ഫ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ബോട്ടം പീസ് ഉണ്ടല്ലോ, അതിൻ്റെ നല്ല വശം ഇതിൻ്റെ നേരെ വെച്ചിട്ട് ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഇത് അടിച്ചെടുക്കാം. ബാക്ക് വശം ചെയ്യുമ്പോൾ നമ്മൾ 2 ഭാഗവും കട്ട് ചെയ്തിട്ടില്ലേ, അതിൽ ഒരു ഭാഗം അത് ചേർത്ത് വെച്ചിട്ട് ഇപ്പുറവശവും അതേപോലെ തന്നെ ആ ഒരു കട്ടിങ്ങിൽ ചേർത്ത് വെച്ചിട്ട് തന്നെ അടിച്ച് 2 ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്കും ഫ്രണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കണം. മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക്. ഞാൻ ഒന്നുകൂടെ ഇങ്ങോട്ട് കാണിച്ച് തരുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്. നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട്, നല്ല വശത്തേക്ക് ആക്കിയിട്ടിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെയാണ് നമ്മുടെ ബാക്ക് വശം വരുന്നത്. ഇതൊന്ന് 2 കൊളുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്, ഒന്ന് മേലെ ഒന്ന് താഴെയായിട്ട് 2 കൊളുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. കൊളുത്തിട്ട് കഴിയുമ്പോൾ നമ്മൾ അവിടെ ഒരു ഓപ്പണിംഗ് ഉള്ളതൊന്നും കാണുമൊന്നുമില്ല, ഫ്രില്ലിൻ്റെ അടിയിൽ പോയിക്കോളും. ഇനി നമുക്ക് 2 വശവും കൂടി ചേർത്ത് സൈഡ് അടിച്ച് കൊടുക്കാം. അതോടെ നമ്മുടെ ഉടുപ്പിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിയും. ഞാൻ 2-3 ബട്ടൺസും കൂടിയൊക്കെ ഫ്രണ്ടിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയി കാണാം. ബൈ ബൈ.